പിന്നെ മഴ ചാറുണ്ട്. നമ്മളിപ്പോ എവിടെ അറിയാം, കർണാടകയിലാണുള്ളത് കേട്ടോ. നല്ല തണുപ്പും നല്ല തണുപ്പും കാറ്റും. ഹസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇന്നിപ്പോ നമ്മള് യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇനി ഫുഡ് ആക്കാനൊക്കെ ഉള്ള കറിക്കുള്ള ചിക്കനൊക്കെ വാങ്ങണം. അപ്പൊ അതിനൊക്കെ വേണ്ടി വന്നതാണ്. പോണ പോക്കിൽ ഇതാണ് ചെറിയൊരു കോഴിക്കട കണ്ടു. അപ്പൊ അങ്ങനെ ഒന്ന് നിർത്തിയതാണ്. കോഴിക്കട ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ ഈ ഒരു വീട് സെറ്റപ്പ് കണ്ടില്ലേ. അപ്പൊ ആ ഒരു വീടിനോട് ചേർന്ന് ഇവിടെ കൂട്ടില് കുറെ കോഴികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നേരെ പോവായിരുന്നു. അപ്പം കോഴീനെ കണ്ടപ്പോ ഒന്ന് നിർത്തിയാണ്. കുറച്ച് കോഴി വാങ്ങാൻ ചേർത്ത് കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കോഴിക്കട. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ടോ ഇതിങ്ങനെ ഒരു വീടാണ് കേട്ടോ. ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ പലചരക്ക് കടയൊക്കെ ആയിട്ട് കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച്. പിന്നെ ഇവിടുത്തെ എന്താ വെച്ചാല് ഇത് വീട് അതിനോട് ചേർന്ന് തന്നെയാണ് കട വരുന്നത്. വീടൊക്കെ ഉണ്ടല്ലേ, എന്ത് രസമുണ്ടല്ലേ, നല്ല മനോഹരമായ രീതി, നല്ല അടിപൊളി ഡിസൈൻ അല്ലേ. പിന്നെ ഇതിന്റെ ടൈലൊക്കെ നോക്കി വേറെ മോഡൽ ടൈല്, അടിപൊളി ടൈല് അല്ലേ. പിന്നെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ തുളസിത്തറയും സംഭവങ്ങളൊക്കെ കാണാം അല്ലേ. അതിൽ കോലെല്ലാം വരച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു വീടിന്റെ ഗേറ്റ് കണ്ടില്ലേ. ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഗേറ്റ് വരുന്നത്. ഫുള്ള് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എന്താ പറയാ വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ. എനിക്ക് ഇവിടെ ചായ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ. കുഞ്ഞ ക്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത്. നമുക്ക് ചായ കുടിക്കണം. വീടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ. വീടൊക്കെ അടിപൊളി വീട് അല്ലേ. നമുക്ക് വേറെ സംഭവം ഉണ്ടാകുക കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ചിക്കൻ നമ്മൾ താഴ്ന്ന് ഏതാ വേണ്ടി വെച്ചാൽ നാടൻ കോഴി ഉണ്ട്, സാധാ ബ്രോയിലർ കോഴി ഉണ്ട്. ഏതാ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാം. സംഭവം ലൈസൻസിന്റെ എന്താ അറിയില്ല. ഫുഡ് സേഫ്റ്റിന്റെ. അപ്പോൾ കോഴീനെ കാണിച്ചു കൊടുത്താൽ ഓരോ പിടിച്ചോണ്ട് പേരേന്റെ മേലേക്ക് വീടിന്റെ മേലേക്കാണ് കൊണ്ടുപോകുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ഇവിടെയാണ് ക്ലീൻ ആക്കി കൊടുക്കണത്, വൃത്തിയാക്കി കൊടുക്കണത്. ഇവിടെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് വരുന്നത്. മഴ ഈ ഒരു വീടിന്റെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കണ്ടില്ലേ. പിന്നെ കുറെ ഓടിട്ട വീടുകള്, ബിൽഡിങ്ങുകളിലെ സെറ്റപ്പ് ഇതില്ലേ. പിന്നെ അതൊക്കെ പശുവൊക്കെയാണ്ട്. ട്രാക്ടർ, പാടം പൂട്ടുന്ന ട്രാക്ടർ, വൈക്കോലും അത് എന്ന് കൂട്ടി വെച്ച വൈക്കോലുണ്ടാണ് മുന്നേ കൂട്ടിയായിരിക്കും അല്ലേ. പിന്നെ അതാണ് ഇവിടെ കൊടുക്കുക പുല്ലിന്. ഇവിടെ വേറെ കാര്യമുണ്ട്. കോഴി നമുക്ക് പിന്നെ തൊലി കളഞ്ഞിട്ടും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തൊലിയായിട്ടും കിട്ടും. ഗ്യാസിലിട്ട് കരിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കുന്നതാണ്. ഇവിടെ ഗ്യാസ് കണ്ടോ. ചിക്കൻ ഉണ്ട് അവിടെ കുറെ ഹീറ്റ് ആക്കുതാ ഉണ്ടോ. ചൂടാക്കുന്നു. വെള്ളത്തിൽ എന്നിട്ട് തൂവല് പറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഗ്യാസ് ഉണ്ട്. അതിന്റെ ഇതെല്ലാം കരിച്ചു കളയും. എന്താണ് സാധനം? കായ് ചീപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പഴയ സാധനങ്ങള്. പിള്ളേർ രണ്ടാളുണ്ടോ വണ്ടിക്കകത്തിരിക്കുന്നു കേട്ടോ. ഇവിടെ എന്തോ അക്വാഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അത് സ്കൂളാണെന്നാ തോന്നുന്നത്. അത് പോസ്റ്റ് ഓഫീസ് അല്ലേ. മൊത്തത്തിൽ ഇങ്ങനെ ലെവലാണ് കേട്ടോ. നമ്മളവിടുത്തെ പോലത്തെ സ്ഥലമല്ല. പിന്നെ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ സ്ക്വയർ ഫീറ്റിനാണ് വില. നമ്മളെ നാട്ടിൽ നമുക്ക് പിന്നെ ഒരേക്കറിന് ഇത്ര പൈസ. ഇവിടെ സ്ക്വയർ ഫീറ്റ് ഇത്ര സെന്റിന് സ്ക്വയർ ഫീറ്റ് റേറ്റ്. ചെറിയ വീടുകളില്ലേ. അങ്ങനെ ഈ ഒരു സംഭവം കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ. അതെ. ടാറ്റാ ബൈ ബൈ.